വിദേശകാര്യ നിരീക്ഷകർ കൂടിയായ ഡോക്ടർ മോഹൻ വർഗീസും എസ് വേണുഗോപാലും നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, കങ്കാരു കോർട്ട് എന്നുള്ള നിരീക്ഷണം പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വധശിക്ഷ വിധിച്ച കോടതിയുടെ നിലപാടിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ മരണശിക്ഷ അംഗീകരിച്ചുകൊണ്ട്, അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ മരണശിക്ഷ അംഗീകരിച്ചുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുകയില്ല എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. പക്ഷേ ബംഗ്ലാദേശിലെ ജനതയുടെ വികാരം പരിഗണിച്ചുകൊണ്ടുള്ളൊരു നിലപാടെടുക്കും എന്ന് ഇന്ത്യ പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ നിലപാടിൽ മാറ്റം വരുത്തിയേക്കും, ഹസീനയെ വിട്ടുകൊടുക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതല്ലാതെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാട് വഴിവെക്കും എന്ന് കരുതണം? ഇന്ത്യയുടെ മുമ്പിൽ പറഞ്ഞ ഇപ്പോൾ ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ ഈ വിധി വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു അന്താരാഷ്ട്ര കോടതിയാണ്, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുണ്ട്. ഇതൊന്നുമല്ല. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രൂപീകരിച്ച, ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികളെ വിചാരണ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു ക്രിമിനൽ ചാർജസ് എല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഒരു കോടതി സംവിധാനം. അതിപ്പോൾ പൊടി തട്ടിയെടുത്ത് പുതിയ 3 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് മുഹമ്മദ് യൂനിസ് ഭരണകൂടം ഒരു ന്യായമല്ലാത്ത ഒരു വിധി കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഇതിനെ കാങ്കരു കോർട്ട് എന്ന് ഇവിടെ പിന്നെ സൂചിപ്പിച്ചല്ലോ. കങ്കാരു കോർട്ട് എന്ന് പറയുന്നത്, പൊതുവെ പറയുന്നത്, യാതൊരു രീതിയിലും ഒരു കോടതിയുടെ ഒരു കെട്ടുമട്ടും ഒന്നുമില്ലാതെ ഒരു വിധി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതിന് ശേഷം അത് പുറപ്പെടുവിക്കുന്ന ഒരു സംവിധാനമാണ് കാങ്കരു കോർട്ട്. അതുകൊണ്ട് ഇത് ഷെയ്ഖ് ഹസീനയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. സർക്കാർ ഒരാളെ വെച്ചു, കൗൺസിലെ വെച്ചു. പക്ഷെ അത് സർക്കാർ ഹിതമനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ന്യായമായ ഒരു വിചാരണ ഷെയ്ഖ് ഹസീനയ്ക്ക് ലഭിച്ചില്ല എന്ന് കൃത്യമായി ഇന്ത്യ പറയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതികരണം വളരെ മെഷേർഡ് ആണ്. ബംഗ്ലാദേശിലെ ജനതയെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അവരുടെ അഭിലാഷമനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് ആവണം ബംഗ്ലാദേശിൽ ഉണ്ടാവേണ്ടത്. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രക്രിയ, ബംഗ്ലാദേശിന്റെ സമാധാനം, ബംഗ്ലാദേശിന്റെ നിയമവാഴ്ച, ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന ഒന്നാകണം തീരുമാനം. ഇപ്പോൾ ഇതാ ഈ കാങ്കരു കോർട്ടിന്റെ വിധി അത് അംഗീകരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല. അതനുസരിച്ച് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. നോക്കൂ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി നിലവിലുണ്ട്. അത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാനും, ഇന്ത്യ തേടുന്ന ക്രിമിനലുകൾ ബംഗ്ലാദേശിൽ പോയി ഒളിക്കുന്നു എങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും വിട്ടുകിട്ടാനുമുള്ള ഒരു ഇടപാടാണ് ആ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി. അതിൽ ഈ രാഷ്ട്രീയ കുറ്റവാളികൾ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ആരോപണ വിധേയമാകുന്നവർ, അവരെ കൈമാറാൻ അതിൽ വ്യവസ്ഥയില്ലാതെ വ്യക്തമായി അത് സൂചിപ്പിക്കുന്നതുമുണ്ട്. പക്ഷെ ഇവിടെ തന്ത്രപരമായി ഈ എക്സ്ട്രഡിഷൻ സാധ്യമാകുന്നതിന് വേണ്ടി, ഇന്ത്യയെ വെട്ടിലാക്കുന്നതിന് വേണ്ടി തന്ത്രപരമായി തന്നെയാണ് മാനവരാശിക്കെതിരെയുള്ള ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി, അതാണ് ഒരു വകുപ്പ്. അത് മാത്രമല്ല, ഈ ജൂലൈ മാസം 15-ാം തീയതിക്കും ഓഗസ്റ്റ് മാസം 5-ാം തീയതിക്കും ഇടയിലെ 20 ദിവസം നടന്ന നരഹത്യ എന്ന് പറഞ്ഞാൽ 845 പേരെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണക്ക്. പക്ഷെ 1400 പേരാണ് അവിടെ ബംഗ്ലാദേശിന്റെ സുരക്ഷാ സേനയുടെയും പോലീസിന്റെയും ഒക്കെ അതിക്രമത്തിൽ പൊലിഞ്ഞത്. അതിന് നേരിട്ട് നടപടിയെടുക്കാൻ കമാൻഡ് കൊടുത്തത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ആഭ്യന്തരമന്ത്രി, ഇപ്പോൾ ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു വധശിക്ഷ വിധിച്ചിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും ചേർന്നാണ്. ഇതാണ് ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊള്ള, കൊല, തട്ടിക്കൊണ്ടുപോകൽ, ഇതെല്ലാം തന്നെ വകുപ്പുകളായി ഉണ്ട്. 5 വകുപ്പുകൾ ചാർത്തിയാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഈ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ പറയുന്നു, ഇതൊരു നിയമവാഴ്ചയുടെ പേരിലല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഇപ്പോൾ അധികാരത്തിലുണ്ട് എന്ന് പറയുന്ന മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ് അല്ല, സൈനിക മേധാവിയല്ല, ഒന്നുമല്ല. അദ്ദേഹം ഒരു ഉപദേശകൻ മാത്രമാണ്. സർക്കാരിന്റെ, ഇടക്കാല സർക്കാരിന്റെ ഉപദേശകൻ മാത്രമാണ്. ഫെബ്രുവരി 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്, ബംഗ്ലാദേശിന്റെ ഘടനകളെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളാണ്. പുതിയതായി രൂപീകരിച്ച ഒരു പാർട്ടിയുണ്ട്, NCP, നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി. വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നല്ലോ പ്രധാന കാരണം, ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനുള്ള പ്രധാന കാരണം. ആ വിദ്യാർത്ഥികൾ രൂപീകരിച്ച ഒരു പാർട്ടിയാണ്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയും, അതുപോലെ നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടിയും, അതുപോലെ പഴയ പ്രധാനമന്ത്രി ബീഗം ഖലിദ സിയയുടെ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും അല്ലാതെ
മറ്റൊരു പാർട്ടികൾക്കും മത്സരിക്കാനുള്ള അന്തരീക്ഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല എന്നുകൂടി ഓർക്കണം അപർണ. ഇവിടെ പ്രധാനമായും വരുന്നത് പാർട്ടി എന്ന് പറയുന്നത് അവാമി ലീഗാണ്. ഷെയ്ഖ് ഹസീനയുടെ, അതായത് ബംഗബന്ധു മുജീബുർ റഹ്മാൻ രൂപീകരിച്ച പാർട്ടി, ബംഗ്ലാദേശിന്റെ ആദ്യകാലം മുതലുള്ള പാർട്ടി, അതിശക്തമായ പാർട്ടിയാണ്. ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തണമെന്ന് വാദിക്കുന്ന ആളുകളാണ്. ബഹുസ്വരത നിലനിർത്തണം, ബംഗ്ലാദേശിന്റെ വൈവിധ്യം, ജാതിപരവും മതപരമായ വൈവിധ്യം നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ആ പാർട്ടിക്ക് ഇപ്പോഴും ആഴത്തിൽ വേരുകളുണ്ട്. ആ പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രഹസനമാകുമെന്ന കാര്യവും സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു കോടതി വിധി വന്നിരിക്കുന്നു. അത് ഇന്ത്യ പറയുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഹെയ്ഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇത് പരിശോധിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ബംഗ്ലാദേശിലെ കാങ്കറോ കോർട്ടിൽ ഇതുപോലെ ഒരു വിധി വന്നാൽ ഇന്ത്യ എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ സാധ്യത തീരെയില്ല അപർണ. റൈറ്റ്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീ എം എസ് വേണുഗോപാൽ അതിന് മുമ്പ് വീണ്ടും അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇത്തരം ചില കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഇതുവരെയുള്ള സർക്കാരുകൾ ഉയർത്തിപ്പിടിച്ച ആ പോളിസിയിൽ നിന്ന് ഒട്ടും മാറാതെ തന്നെ ഇന്ത്യക്ക് ഹസീനെ വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല എന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് പറയാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ അകത്ത് ആഭ്യന്തര രാഷ്ട്രീയ ഇതിനകത്ത് എടുക്കുന്ന നിലപാട് കൂടിയാണ്. BJPയെ സംബന്ധിച്ചോളം BJP ഹസീനയ്ക്കൊപ്പമാണ്. സുവേന്ദു അധികാരി ഇത് പാകിസ്ഥാന്റെ സമ്മർദ്ദമാണ് എന്ന് പറയുന്നു ഒരു വശത്ത്. അത് തന്നെ അധീർ രഞ്ജൻ ചൗധരിയും അത് തന്നെ ശശി തരൂരും പറയുന്നു. അപ്പോൾ BJPയും കോൺഗ്രസും ഒരേ നിലപാടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നിപ്പുണ്ടാവുന്നില്ല. കൂടി വന്നാൽ ഒരു ന്യൂനപക്ഷ സംരക്ഷണം ബംഗ്ലാദേശിൽ വേണ്ട എന്നൊക്കെ ചോദിച്ച DMK ആണ്. പക്ഷേ ഈ ശിക്ഷാവിധിക്ക് ശേഷം അങ്ങനെയുള്ള പ്രതികരണം CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും ഹസീനയെ വിട്ടുകൊടുക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ ഏകകണ്ഠമായി തന്നെ എത്തും. അങ്ങനെ കൂടി നമുക്ക് രാഷ്ട്രീയപരമായി വിലയിരുത്താം അല്ലേ? അതെ അപർണ, കാരണം 1975 ഈ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ അവാമി ലീഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അതായത് ഹസീനയുടെ പിതാവ് മരിക്കുമ്പോൾ ഇന്ത്യയാണ് ഹസീനയ്ക്കും സഹോദരങ്ങൾക്കും അന്ന് അഭയം നൽകിയത്. അന്ന് മുതൽ തന്നെ ഷെയ്ഖ് ഹസീനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശുമായി വലിയ രീതിയിലുള്ള അടുപ്പവും സഹകരണവും എല്ലാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 5-ന് അഭയം തേടാനായിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഹസീന മറ്റൊന്നും ചിന്തിക്കാതെയാണ് നേരെ ഇന്ത്യയിലേക്ക് എത്തിയത്. അന്ന് ഇന്ത്യയിലേക്ക് ഹസീന എത്തുമ്പോഴും അന്ന് മറ്റ് രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലൊരു തീരുമാനമെടുത്തതാണ് ഹസീനയ്ക്ക് അഭയം നൽകണമെന്നുള്ളത്. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലുണ്ടായ അന്നത്തെ കലാപം, അന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായ 834 പേർ കൊല്ലപ്പെടാനുണ്ടായ കലാപം ഒക്കെ അന്ന് രാഷ്ട്രീയപരമായി ഉണ്ടായതാണെന്നും അതിന് സർക്കാരിനെതിരായിട്ടുള്ള അവർ പദ്ധതിയിട്ട് നടത്തിയ ഒരു കലാപമായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്ന് ഇന്ത്യയിലും ഇന്ത്യൻ മാധ്യമങ്ങളെല്ലാം കൃത്യമായി നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നതും ഇന്ത്യയിൽ അഭയം നൽകുന്നതും. അവർ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം